നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. നടന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കാൻ കാരണം. ആദ്യ 6 പ്രതികൾ തെറ്റുകാരാണെന്ന് കോടതി വിധിച്ചു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ 8ാം പ്രതി ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷേ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പലരും രംഗത്തെത്തിയിരുന്നു. ഈ വിധിക്ക് പിന്നാലെ ദിലീപും മുൻ ഭാര്യ നടി മഞ്ജു വാര്യരുമാണ് പ്രധാന ചർച്ചാ വിഷയം. ദിലീപും മഞ്ജുവും വേർപിരിയലും തുടർന്ന് അതിജീവിതയോട് ദിലീപിന് തോന്നിയ വൈരാഗ്യവുമാണ് കൊട്ടേഷൻ നൽകാൻ കാരണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഇത് തെളിയിക്കാനായില്ല. 2015 മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനം. അന്നേറെ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു ഇത്. ദിലീപിന്റെ വീട്ടുകാരെ കുറിച്ചും മഞ്ജു വാര്യരെ കുറിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക സാക്ഷിയായിരുന്ന ബാലചന്ദ്രകുമാർ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ദിലീപിനൊഴിച്ച് ആ കുടുംബത്തിലെ എല്ലാവർക്കും മഞ്ജു വാര്യരെ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ജു വാര്യർ അവിടെ നിന്നും പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ട്, പ്രത്യേകിച്ച് അനൂപിന്. പല ഘട്ടങ്ങളിലും മഞ്ജുവിനെ കുറിച്ച് വളരെ പോസിറ്റീവായി സംസാരിച്ചിട്ടുണ്ട്. കാവ്യയെ മോശമായി പറഞ്ഞില്ല കേട്ടോ. ഒരിക്കലും കാവ്യ മാധവൻ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പ്രതിഭാസമാണ് ഇദ്ദേഹത്തിന്റെ വിവാഹം. ദിലീപിന്റെ കൂടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം ഒരു മഹാരാജാവാണ്. അവർക്കൊക്കെ ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിലും മഹാരാജാവിന് വേണ്ടി നിവൃത്തികേടുകൊണ്ട് സമ്മതിച്ചു കൊടുക്കുകയാണ് അവരെന്നും ബാലചന്ദ്രകുമാർ അന്ന് പറഞ്ഞിരുന്നു. റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ബാലചന്ദ്രകുമാർ. ഇതേ ചർച്ചയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സംസാരിച്ചിരുന്നു. ആരെക്കുറിച്ചും കുറ്റം പറയുന്ന ആളല്ല മഞ്ജു. മഞ്ജുവിന്റെ പ്രകൃതം അങ്ങനെയാണ്. ഞാൻ ആ വീട്ടിൽ ജീവിക്കുമ്പോഴും ഞാൻ അധികം സംസാരിക്കാറില്ലായിരുന്നു ചേച്ചിയെന്ന് മഞ്ജു പറയുമായിരുന്നു. 10 വാക്ക് മഞ്ജുവിനോട് സംസാരിച്ചാൽ ഇല്ല, അതെ എന്നതിൽ ഒതുക്കുന്ന ആളാണ്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല പുരുഷന്മാരെയും ചേർത്ത് വളരെ മോശമായ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരിടത്തു പോലും എന്തായിരുന്നു അകലാനുണ്ടായ കാരണമെന്ന് പബ്ലിക്കായി ഒരിടത്തും മഞ്ജു പറഞ്ഞിട്ടില്ല. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ അവർ നമ്മളോട് പറയുമെന്നല്ലാതെ അവർ ആരോടും അത് സംസാരിക്കില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. അവർ ആരെക്കുറിച്ചും പരദൂഷണം പറഞ്ഞ് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുകയല്ല. വളരെ ലേറ്റായാണ് ഞാൻ മഞ്ജു വാര്യരെ പരിചയപ്പെടുന്നത്. പക്ഷേ അവരുടെ സ്വഭാവ രീതികൾ മാതൃകാപരമാണെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു. അതേസമയം നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നും കൺഫ്യൂഷനാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നും ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനുമായ യൂട്യൂബർ സായി കൃഷ്ണ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മുൻപും പല നടിമാർക്ക് നേരെയും പൾസർ സുനിയുടെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെന്നും അയാളുടെ ചരിത്രം അതാണ് പറയുന്നത് എന്നും പഴയ വീഡിയോ ക്ലിപ്പുകൾ വാർത്തകളും വെച്ച് സംസാരിക്കവേ സായി കൃഷ്ണ പറഞ്ഞിരുന്നു. ഈ കേസ് ഇത്രമേൽ കുഴഞ്ഞു മറിച്ചത് പോലീസ് കാരണമാണെന്നും സായി പറഞ്ഞിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ദിലീപ് ആദ്യം എടുത്ത് പറഞ്ഞത് മഞ്ജു വാര്യരുടെ പേരാണ്. ഒപ്പം IG സന്ധ്യയുടെ പേരും ദിലീപ് പറഞ്ഞു. ദിലീപിനെ മനഃപൂർവ്വം ആരൊക്കെയോ കുടുക്കിയെന്ന ആഖ്യാനം ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. തുടക്കം മുതൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് പരിശോധിക്കണം. എനിക്കുണ്ടായ തോന്നലുകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. മഞ്ജു വാര്യരും രമ്യ നമ്പീശനും സംവിധായകൻ ശ്രീകുമാർ മേനോനും കൂടി ദിലീപിനെ ചതിക്കാൻ ഒരുക്കിയ കെണിയാണിത്. പ്രതിഫലമായി മഞ്ജുവിന് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് 2ാം പ്രതി മാർട്ടിൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴും ഇതേ കാര്യം വിശദീകരിച്ചു മാർട്ടിൻ പറഞ്ഞിരുന്നു. ശ്രീജിത്ത് പെരുമന അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇരയെ ലാലിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടതും അവിടെ നിന്ന് ലാല് പിടിച്ച് പോലീസിന് കൊടുത്തതും ഇതേ മാർട്ടിനെ തന്നെയാണ്. പൾസർ സുനി ഒരുപാട് കേസിൽ പ്രതിയാണ്. മാത്രമല്ല പൾസർ സുനി മുൻപും ഇതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടുണ്ട്. പൾസർ സുനിയിൽ നിന്ന് സമാനമായ അനുഭവങ്ങളുള്ള നടിമാർ സിനിമാ മേഖലയിലുണ്ട്. പക്ഷേ അവരാരും തുറന്നു പറഞ്ഞില്ല, കേസ് കൊടുത്തില്ല. ഇതറിയാവുന്ന സിനിമാക്കാരും പോലീസുകാരുമുണ്ട്. സെറ്റിലൊക്കെ നല്ലവനായ ഉണ്ണിയായിരുന്നു പൾസർ സുനി. പക്ക ഫ്രോഡാണ്. ഭീഷണിപ്പെടുത്തി കാശ് അടിച്ചു മാറ്റാറുണ്ട്. ഇതുപോലെ ഒരു ചരിത്രമുള്ളവന് നടി ആക്രമിച്ച കേസിൽ പ്രത്യേകിച്ച് ഒരു കൊട്ടേഷൻ ആവശ്യമില്ലെന്ന ആംഗിൾ കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാകണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഗൂഢാലോചന എന്ന സംഭവം തള്ളിപ്പോയത്.
കേസുകൾ പുത്തരിയല്ലെന്ന് സുനി ന്യൂസ് മിനിറ്റിനോട് സംസാരിക്കവേ പറയുന്നുണ്ട്. ഇവൻ ലക്ഷ്യയിൽ പോയതിൽ പോലും ഒരു മിസ്റ്ററി ഉണ്ട്. പൾസർ സുനിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മീഡിയ അടക്കം മിസ് ചെയ്തിരുന്നു. ഈ കേസ് അവിയൽ പരുവത്തിൽ കുഴഞ്ഞിരിക്കാൻ ഏക കാരണം പോലീസാണ്. അതുപോലെ ലാൽ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കൺഫ്യൂസിംഗ് ആയിരുന്നു. ലഹരി ഉപയോഗിച്ച് വന്നവർ നിനക്കെതിരെ കൊട്ടേഷൻ തന്നത് ഒരു മാഡമാണെന്ന് ലേഡിയോട് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അവന്മാർ കൊട്ടേഷൻ ടീമാണല്ലോ, നുണയല്ലേ പറയൂ എന്നാണ് ആദ്യം ലാൽ പറഞ്ഞത്. പിന്നീടാണ് ലാൽ പറയുന്നത് വാനൊക്കെ കൊണ്ട് ഇടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു ഗൂഢാലോചന ഇല്ലേ എന്ന്. എല്ലാം ലാൽ തന്നെയാണ് പറഞ്ഞത്. പൾസർ സുനി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് ലാൽ എങ്ങനെ കൃത്യമായി പറഞ്ഞു? അതോ ഡൗട്ടായി പറഞ്ഞതാണോ എന്നതിലും ക്ലാരിറ്റി ഇല്ല. ഭയങ്കര കൺഫ്യൂഷനാണ്. മാർട്ടിനെ പിടിച്ചുകൊടുത്തത് താനാണെന്നും ലാൽ പറയുന്നുണ്ട്. മാത്രമല്ല ലാൽ ക്രിയേഷൻസിന്റെ വണ്ടിയായിരുന്നു മാർട്ടിൻ, അപ്പോൾ അവരുടെ സൈഡാണ്. മാത്രമല്ല ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തിട്ട് മാർട്ടിൻ വീണ്ടും ഈസിയായി ലാലിന്റെ അടുത്ത് ചെല്ലുമോ? ഇങ്ങനൊക്കെ ചെയ്യുന്നവർ ഒഴിഞ്ഞ് എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോവുകയല്ലേ ചെയ്യുക, അല്ലാതെ പോയി അഭിനയിക്കാൻ നിൽക്കുമോ? പിടിച്ച ശേഷമാണ് മാർട്ടിൻ മഞ്ജുവിന്റെയും രമ്യയുടെയും ലാലിന്റെയും പേര് പറഞ്ഞത്. കോമൺ മാൻ എന്ന രീതിയിൽ ചിന്തിച്ചപ്പോൾ വന്ന തോന്നലാണ് ഇതെല്ലാം എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് നടി ആക്രമിക്കപ്പെട്ട ദിവസം തന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി നടനും സംവിധായകനുമായ ലാൽ വ്യക്തമാക്കിയത്. നടി വീട്ടിലെത്തി നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രതികളെ കൊന്നുകളയണമെന്നാണ് തോന്നിയതെന്നും ലാല് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ശിക്ഷിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ സന്തോഷമായെന്നും ലാല് പറഞ്ഞു. സംഭവം നടന്ന ദിവസം DGP ആയിരുന്ന ബെഹ്റയെ ആദ്യം വിളിച്ചത് താനാണെന്നും ലാല് പറഞ്ഞു. ആക്രമിക്കപ്പെട്ട ദിവസം നടി ആദ്യമായി എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. കേസിൽ തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും കേസ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുമെന്നും ലാല് പറഞ്ഞിരുന്നു. പെൺകുട്ടി അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്നവരെ കൊന്നുകളയണമെന്നാണ് തോന്നിയത്. പിന്നീട് സാവകാശം ചിന്തിച്ചപ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. വിധി വന്ന് അവർ ശിക്ഷിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ വിധിയിൽ ഞാൻ സന്തോഷവാനാണെന്നും ലാൽ പറഞ്ഞു. കേസ് തെളിയിക്കാൻ വേണ്ടി തന്റെ കയ്യിലുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് പെൺകുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിന് ഫോൺ ചെയ്ത് അറിയിക്കുന്നത് ഞാനാണ്, അല്ലാതെ അത് PT തോമസ് ഒന്നുമല്ല. ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് PT തോമസും കാര്യങ്ങളും ഒക്കെ വന്നത്. മാർട്ടിൻ എന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നും അവന് നല്ല വേദനയുണ്ടെന്നും PT തോമസ് സാർ പറഞ്ഞപ്പോൾ എനിക്ക് അവനിൽ സംശയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പോലീസ് ഓഫീസർ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷമാണ് അവനെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. അത് ചെയ്തത് വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കമെന്നും ലാല് പറഞ്ഞു. ഇപ്പോൾ വന്ന വിധി ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്തുകൊണ്ടാണ് വിധിയെന്നും എനിക്കറിയില്ല. വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. കുറ്റവാളിയെ അല്ല എന്ന അർത്ഥത്തിലാണോ അല്ലെങ്കിൽ തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണോ എന്നും അറിയില്ല. അത് അറിയാത്തിടത്തോളം കാലം ഊഹാപോഹ കഥകൾ പറയാൻ ഞാൻ ആളല്ല. ഈ വിധിക്ക് ശേഷം ഞാൻ അവരെ വിളിച്ചിട്ടില്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വലിയ കൺഫ്യൂഷനിലും ടെൻഷനിലും സമാധാനക്കേടിലുമാണ്. സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണെന്നും ലാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.